ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻകുറത്തി മലകൾക്ക് പൂജയുള്ള കേരളത്തിലെ ഒരേയൊരു കാവായ കല്ലേലി അപ്പൂപ്പൻ കാവിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലേക്ക് നയിക്കുന്ന 41 തൃപ്പടികൾ 41 മല ഈശ്വര ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. 999 മലകൾക്ക് മൂലനാഥനാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ. മാനവകുലത്തെയും പ്രകൃതിയെയും ഒന്നു ചേർക്കുന്ന പ്രകൃതീശ്വരൻ. താമ്പൂലവുമായി മനമുരുകി വിളിച്ചാൽ വെളിപ്പുറത്തെത്തും കല്ലേലി ഊരാളി അപ്പൂപ്പൻ. അപ്പൂപ്പനോട് ഉച്ചത്തിൽ വേണം പ്രാർത്ഥന നടത്താൻ. ആദി ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ആചാരങ്ങളിൽ ഇപ്പോഴും അണിവിട തെറ്റാതെ പിന്തുടരുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് 24 മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന കേരളത്തിലെ ഒരേയൊരു കാനനക്ഷേത്രമാണ്. 999 മലകൾക്ക് കാവലാളായി നിൽക്കുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ടിനാടും മലയാളക്കരയും അടക്കി വാണ വീരയോദ്ധാവാണെന്നാണ് വിശ്വാസം. കാവിൻ്റെ അധിപനായി ഊരാളി അപ്പൂപ്പനെയും തൊട്ടരികിൽ ഊരാളി അപ്പൂപ്പൻ്റെ അമ്മയെന്ന സങ്കല്പത്തിൽ അമ്മൂമ്മയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവർക്ക് എതിർവശത്തായാണ് ഊരാളി അപ്പൂപ്പനെ നേരിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്ന വടക്കഞ്ചേരി വല്യച്ഛൻ ഉപദൈവമായി കുടികൊള്ളുന്നത്. കല്ലേലി അപ്പൂപ്പൻ്റെ അനുഗ്രഹം തേടി നാനാ ദിക്കുകളിൽ നിന്ന് ആളുകൾ ദിവസവും എത്തുന്നു. അപ്പൂപ്പന് അടുക്കുവെക്കുക എന്നതാണ് കാവിലെ പ്രധാന ആചാരം. കള്ള്, താമ്പൂലം, കരിക്ക് തുടങ്ങിയവയാണ് അടുക്കിലുള്ളത്. ദിവസവും കരിക്ക് പടേനിയുമുണ്ട്. ചുരുങ്ങിയത് 3 കരിക്ക് മുതൽ 999 എണ്ണം വരെ പടേനിക്കായി ഉപയോഗിക്കുന്നു. മലകളെ ഉണർത്തി ഊട്ടി സ്തുതിക്കുക എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പൂജകൾ. ഇന്ത്യയിലെ മറ്റു ക്ഷേത്രങ്ങളിൽ പ്രഭാതത്തിൽ തുടങ്ങി പ്രദോഷത്തിൽ അവസാനിക്കുന്ന പൂജകളാണെങ്കിൽ കല്ലേലിക്കാവിൽ 24 മണിക്കൂറും പൂജകളും വഴിപാടുകളും ആചാരവും അനുഷ്ഠാനവും നിലനിർത്തിപ്പോരുന്നു. ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധവും ഔഷധ ഗുണവുമുള്ള ഇലകളിലൊന്നാണ് വെറ്റയില. ഇതിനാൽ കല്ലേലിക്കാവിലെ ഏതൊരു ചടങ്ങിനും വെറ്റിലയ്ക്ക് മുഖ്യസ്ഥാനം നൽകിപ്പോരുന്നു. കല്ലേലി അപ്പൂപ്പൻ താമ്പൂലപ്രിയനായതും ഇതിനാലാണ്. ഭക്തർ കല്ലേലിക്കാവിൽ വന്നാൽ താമ്പൂലം വെച്ച് ഊരാളിയെ കൊണ്ട് വിളിച്ചു ചൊല്ലിക്കണം എന്നൊരു സമ്പ്രദായമുണ്ട്. മേടമാസത്തിലെ 10-ാം ഉദയത്തിന് പ്രസിദ്ധമായ 10-ാം ഉദയ തിരുവുത്സവവും ആദിത്യ പൊങ്കാലയും നടക്കും. കർക്കിടക വാവിൽ പിതൃപൂജയും ആയിരക്കണക്കിന് കരിക്കിൻ്റെ പടേനിയും, ചിങ്ങത്തിലെ ഉത്രാടം നാളിൽ ഉത്രാട പൂജ, ഉത്രാട സമൂഹ സദ്യ, അപ്പൂപ്പന് തിരു അമൃതേത്ത് എന്നിവയും, കന്നിമാസത്തിൽ നാഗപ്രീതിക്കായി ആയില്യം പൂജയും, നവരാത്രിക്ക് വിദ്യാരംഭവും, വൃശ്ചികത്തിൽ 41 ദിവസം മണ്ഡലച്ചെറുപ്പ് മഹോത്സവവും, മകരം 7-ന് കളരി പൂജയും, വെള്ളംകുടി നിവേദ്യം, അപ്പൂപ്പന് ഏറെ പ്രിയപ്പെട്ട ആഴിപൂജയോടുകൂടി കുമ്പപ്പാട്ട് എന്നിവയും കാവിൽ നടത്തപ്പെടുന്നു. ആദി ദ്രാവിഡ നാഗഗോത്ര ജനതയുടെ പാരമ്പര്യ കലകളായ കുമ്പപ്പാട്ട്, ഭാരതക്കളി, തലയാട്ടം കളി, വെള്ളംകുടി നിവേദ്യം, ആഴിപൂജ, കല്ലേലി വിളക്ക് എന്നിവ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിലെ ഒരു കാവിലും ക്ഷേത്രത്തിലും കാണാത്ത ഒരു പ്രാചീന കലയാണ് കുമ്പപ്പാട്ട്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനെ മനസ്സിൽ ധ്യാനിച്ച് 7 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ രാത്രിയിൽ ആഴി കൂട്ടിയിട്ട് ഇതിനു മുന്നിൽ ചുറ്റുമിരുന്ന് അപ്പൂപ്പനെ പ്രകീർത്തിച്ച് ഈണത്തിൽ പാടുന്നു. കല്ലേലി കൗള ഗണപതി, ഹരിനാരായണൻ, കുട്ടിച്ചാത്തൻ, വടക്കഞ്ചേരി വല്യച്ഛൻ, പാണ്ടി ഊരാളി മൂർത്തി, ആദ്യ ഒരു മണിയൻ, കാവിൽ വാഴുമമ്മ, പരാശക്തി, വനദുർഗ, നാഗരാജൻ, നാഗയക്ഷി, കൊച്ചുകുഞ്ഞ് അറുകല, യക്ഷിയമ്മ, ഭാരതപ്പൂങ്കുറവൻ, ഭാരതപ്പൂങ്കുറുത്തി, ആശാന്മാർ, ഗുരുക്കന്മാർ, പിതൃക്കൾ, പർണശാല, പുറംകളം എന്നീ ഉപദേവതകൾ ഇവിടെയുണ്ട്. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ പ്രപഞ്ചശക്തിയാണ്. ആയതിനാൽ രൂപവും ഭാവവുമില്ല.
പക്ഷെ മനമുരുകി വിളിച്ചാൽ ആഗ്രഹ സഫലീകരണം ഉറപ്പു തന്നെ. ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കുടികൊള്ളുന്ന ഈ കാവിൽ കൂടുകൂട്ടുന്ന പറവകളും ചീവീടുകളും വാനരന്മാരുമെല്ലാം ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ നാമം സദാ മൂളുന്നു. പുണ്യപ്രവാഹിനിയായ അച്ചൻകോവിലാർ നദിയിലെ മീനുകൾക്ക് ഭക്തരുടെ വഴിപാടായി നിത്യവും മീനൂട്ട് പൂജ നടത്തിവരുന്നു. ത്വക്ക് രോഗശമനത്തിനും മത്സ്യബന്ധനത്തിൽ ഉപജീവന മാർഗം തേടുന്നവർക്ക് യഥേഷ്ടം മത്സ്യങ്ങൾ ലഭിക്കുന്നതിനും മീനൂട്ട് നടത്തുന്നു. ജീവോൽപത്തിയുടെ അടിസ്ഥാനം ജലത്തിൽ നിന്നുമാണല്ലോ. ജലജീവികൾക്ക് അന്നം കൊടുക്കുമ്പോൾ ലോകോൽപത്തിക്ക് കാരണബോധരായവരുടെ അനുഗ്രഹം വന്നുഭവിക്കുന്നു. കാവിലെ ശക്തി ചൈതന്യങ്ങളാണ് വാനരന്മാർ. കാർഷിക വിളകളുടെ സംരക്ഷണത്തിന് വേണ്ടി വഴിപാടായി നിത്യവും വാനരന്മാർക്ക് ഫലവർഗ്ഗങ്ങൾ ചേർത്തുള്ള ഊട്ട് നൽകി വരുന്നു. ഭക്തർ സ്വന്തം കൈകളാൽ വാനരന്മാർക്ക് ഊട്ട് നൽകുമ്പോൾ പ്രകൃതിയുടെ സംരക്ഷണ വലയം ഭക്തർക്ക് വന്നു ചേരുന്നു. സൂര്യകിരണങ്ങളെ സാക്ഷി നിർത്തി ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് ഉടൻ ഫലപ്രാപ്തി ലഭിക്കാൻ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും പൊങ്കാല വഴിപാടുള്ള ഒരേയൊരു കാനനക്ഷേത്രമാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പൊങ്കാല വഴിപാടായി സമർപ്പിക്കാം. പൊങ്കാല തിളച്ചുമറിയുന്ന ദിക്ക് നോക്കി ഊരാളി രാശി പറയും. ദാനങ്ങളിൽ ഏറ്റവും പുണ്യകരവും മഹാത്മ്യമേറിയതുമായ ഒന്നാണല്ലോ അന്നദാനം. ഭക്തരുടെ വഴിപാടായി നിത്യവും അന്നദാനമുള്ള ഒരേയൊരു കാനനക്കാവാണ് കല്ലേലിക്കാവ്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും നന്മകൾക്കും വേണ്ടി കാവിൽ അന്നദാനം നടത്തിവരുന്നു. ഊരാളി പരമ്പരകളുടെ പ്രതീകമായ അപ്പൂപ്പൻ വീരയോദ്ധാവും മാന്ത്രികനും രോഗാതിപീഡകളകറ്റുന്ന സിദ്ധനുമായിരുന്നുവെന്ന് വാമൊഴിയിലുണ്ട്. പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടുള്ള ദേശസഞ്ചാരത്തിനിടയിലെ അപ്പൂപ്പൻ്റെ പ്രവൃത്തികളിൽ ശത്രുനിഗ്രഹവും രോഗശമനവും പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്തലും വിവരിക്കുന്നു. മണ്ണടി ദേശത്ത് ജനിച്ച അപ്പൂപ്പൻ ശബരിമലയും അച്ചൻകോവിലുമടക്കം 1000ഓളം മലകളുടെ ഊരാളിയായിരുന്നു. അച്ചൻകോവിൽ ദേശത്തിന് മധുര രാജാവിൻ്റെ ആക്രമണമുണ്ടായപ്പോൾ അപ്പൂപ്പൻ കോട്ടവാസലിലെത്തി കാട്ടുകടന്നലുകളെ വിട്ട് മധുരസേനയെ തുരത്തി ദേശത്തെ സംരക്ഷിച്ചു നിർത്തിയ കഥയും പാട്ടിലുണ്ട്. കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലെ ചുറ്റുമരങ്ങളിൽ കാട്ടുകടന്നലിൻ്റെ വലിയ കൂട്ടങ്ങൾ പഴയ സ്മരണകളുണർത്തി ഇപ്പോഴും കാണാം.